താൻ തന്നെ വെച്ചോ. വിവരവും വിദ്യാഭ്യാസവും മാന്യതയുള്ളവരെ സേവനം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ വില കളയാതെ ഈ യൂണിഫോം ഊരി വെച്ച് പോടും. ചില വിവരം കെട്ട ഭരണാധികാരികളെ പലതും പറയും. അത് കേട്ട് തുള്ളാൻ നടന്നാലേ തന്റെ കുടുംബം ഇല്ലാണ്ടാവും. തനിക്ക് നാണയില്ലോടോ. ഋതു കേറ്. രണ്ടെണ്ണത്തിനെ പിടിച്ച് അകത്ത് കയറണോ? ശരി സർ. നടക്കോ, കേറങ്ങോട്ട്. സർ, സൂക്ഷിച്ച് നടന്നോ. ആ രാജീവ് ഹൃതികയും മഹാപെശക. എന്താണ്? ആ സിയുടെ വക അഡ്വൈസ് സൂക്ഷിച്ചോളാം. പിള്ളേരെ കാണുന്നില്ലല്ലോ അമ്മേ. അവര് വരും മോളെ, മോള് പേടിക്കണ്ട. രാജുവും ഋതുപോളും കൂടിയല്ലേ പോയിരിക്കുന്നേ. വല വിരിച്ച് കാത്തിരിക്ക അമ്മയും മോനും. അതാ എനിക്ക് പേടി. അവൾക്കില്ലാതിരുന്നത് അധികാരമായിരുന്നു, ഇപ്പൊ അതുമായി. അവൾ അധികാരം വെച്ച് കളിക്കട്ടെ. ഈ നാടെന്താ വെള്ളരിക്കപ്പെട്ടണോ? ആ, കുട്ടികളെത്തിയല്ലോ. ആ, എന്തായി മോന് പോയ കാര്യങ്ങള്? ഒരു സംശയം വേണ്ടമ്മേ. വർമ്മ സാറിനുണ്ടായ അപകടത്തിന് പിന്നില് ഇവര് തന്നെയാ. അംബിക, അനന്തംപിള്ള, ദീപക്, ഇവര് 3 പേരും. അംബികയ്ക്ക് മന്ത്രിയാവണ്ടേ, അതിനു വേണ്ടി ഒരുക്കിയ ചതിയ. ഇപ്പൊ ഉണ്ടായ സംഭവം പറയ് രാജു. പറയാം. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. ഇത് ഞാൻ വിടില്ല അമ്മമ്മേ. എന്താടാ നിനക്ക് വേണ്ടേ? എനിക്ക് തൽക്കാലം ഒന്നും വേണ്ട. പക്ഷെ നിനക്ക് വേണ്ടതൊക്കെ തരാനേ ഞങ്ങളെ അന്വേഷണം നടത്തുന്നുണ്ട്. ആ, നിനക്ക് മനസ്സിലായില്ലേ? വർമ്മ സാറിനുണ്ടായ ആ ബോംബ് സ്ഫോടനത്തിന് പിന്നില് ആരൊക്കെ ആയിരുന്നെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞൂന്ന്. വരട്ടാ, ഒന്ന് പോടാ. നിക്കടവിടെ. തെളിവുകൾ മുഴുവൻ കിട്ടാത്തതുകൊണ്ടാ നിന്നെ തൽക്കാലം വെറുതെ വിടുന്നേ. എന്റെ അച്ഛനെ വീഴ്ത്തിയതിന് പിന്നില് നിനക്കും നിന്റെ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുള്ള തെളിവ് കളക്ട് ചെയ്യാ ഞങ്ങള്. മനസ്സിലായില്ലടാ? നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞങ്ങൾ ഉടനെ എടുക്കുന്നു. അന്ത്യാഭിലാഷങ്ങളൊക്കെ വേഗം നടത്തിക്കും. വലുതു. അമ്മേ, അച്ഛനെ നമുക്ക് എങ്ങനെ കിടത്തിരുന്ന മതിയമ്മ. നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. ഇനിയോ? കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലല്ലേ മോളെ അച്ഛനെ കാണിച്ച? ഡോക്ടർമാരുടെ ഒരു പാനലല്ലേ അച്ഛനെ നോക്കിയേ? ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അമ്മ. അതാ ഞാനിങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇനി എന്റെ അച്ഛൻ ഒരിക്കലും ഉണരില്ലേ?
അച്ഛ, അച്ഛ, അച്ഛ. മോളെ കണ്ണൂർന്ന് നിങ്ങൾ സംസാരിക്കാൻ മോളെ അച്ഛ, അച്ഛ, അച്ഛയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മേ. അച്ഛ, അച്ഛ എഴുന്നേക്ക്. അച്ഛ, മോളെ എന്താ കാണിക്കുന്നേ? അച്ഛ എഴുന്നേക്ക്. അച്ഛ, മോളെ എനിക്ക് എന്റെ അമ്മയ്ക്ക് എന്റെ അച്ഛനെ വേണം. അച്ഛ, അച്ഛ എഴുന്നേക്ക്. അച്ഛ മോളെ. please. അച്ഛ, അച്ഛ, അച്ഛ എഴുന്നേക്ക്. മോളെ അച്ഛ, എനിക്ക് എന്റെ അച്ഛനില്ലാതെ ജീവിക്കണാവില്ല. എഴുന്നേക്ക്. അച്ഛ എഴുന്നേക്ക്. അച്ഛ, 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 അമ്മ. അച്ഛനില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. അച്ഛ, അച്ഛ, അച്ഛ എഴുന്നേക്ക്. അച്ഛ please. മോളെ അച്ഛ, എന്താ മോളെ? അച്ഛ എനിക്ക് വേണ്ട. എന്തേ കാണിക്കുന്നത്? ഇങ്ങ് വാ, വന്നേ. വാ. പ്രതാപേട്ട കണ്ണു തുറക്ക് പ്രതാപേട്ട. മോളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ പ്രതാപേട്ട. അവള് പ്രതാപേട്ടന്റെ ചോരയല്ലേ. അവൾ ചങ്ക പൊട്ടി കരയുന്നത് പ്രതാപേട്ടൻ കാണുന്നില്ലേ? എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട് ഏട്ട ഉണരണം. ഒന്ന് കണ്ണു തുറക്ക് പ്രതാപേട്ട.